ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ? നിങ്ങൾ മന്ത്രിയുടെ ചേച്ചിയായിരിക്കും, പക്ഷെ ഞാൻ ഒരു കറപ്ഷനും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാ. എന്റെ നേരെ തിളച്ചോണ്ട് വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഇവിടെ ഇട്ട് ഞാൻ തിളപ്പിക്കും. നമുക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യാം മാഡം. ഞങ്ങളുടെ മകൾക്കും ഭർത്താവിനും സുരക്ഷ ഉറപ്പാക്കണം. എനിക്ക് അത്രേ വേണ്ടു മാഡം. ഞങ്ങളുടെ മകളെന്നേ നീ കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ. ഋതികേ എന്റെ അനിയന്റെ മകളാണെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അവനും അതില്ല. കേട്ടോ മാഡം, ഇത്രയും സംസ്കാരം ഇല്ലാത്ത സ്ത്രീയോട് എന്ത് മറുപടിയാ ഞാൻ പറയേണ്ടത്? സ്ത്രീത്വത്തെ അപമാനിച്ചതിന് നിന്റെ പേരിൽ മറ്റൊരു കേസ് കൂടി ഞാൻ ചാർജ് ചെയ്യും. കേട്ടോടി? ഞാൻ എന്റെ ചേച്ചിയെ ജാമ്യത്തിലിറക്കാൻ വന്നതാണ്. ഞാൻ നേരിട്ട് വന്ന എന്തായാലും നന്നായി ഇപ്പൊ തോന്നുന്നു. ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് വിട്ടേക്ക്. മാഡം വരൂ. നിക്ക്. ഇത് ഞാൻ എന്റെ മനസ്സിലെ ചുമന്ന മഷി കൊണ്ട് എഴുതി വെക്കും. നമുക്ക് കോടതി വെച്ച് കാണാം. കേട്ടോടി പത്മാവതി വർമ്മേ. നിന്റെ ഈ വെല്ലുവിളി ഞാനും വരവ് വച്ചിരിക്കുന്നു. അംബിക വർമ്മ. എന്താ പ്രതാപ? ചേച്ചിപ്പിക്കോ, ഞാൻ പറയാമെന്നുള്ള. അവളോട് വല്ലതും പറയാനാണോ നിന്റെ ഉദ്ദേശം? പരാതിക്കാരിയോട് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ചേച്ചി. ദേ, കൺട്രോൾ കയ്യിന്ന് പോയി. അവളെ എവിടെയിട്ട് തല്ലൊന്നും ചെയ്യരുത്. ഇത് പോലീസ് സ്റ്റേഷനാ.
നീയൊരു മന്ത്രിയും. എനിക്കറിയാം ചേച്ചി. ചേച്ചി പൊയ്ക്കോ. സൂക്ഷിക്കണം പ്രതാപ. ദൈവമേ, അവൻ അവളുടെ കാരണം അടിച്ചു പൊളിക്കണേ. എന്താ അമ്മേ? വണ്ടി എടാ. അവര് കേസ് രജിസ്റ്റർ ചെയ്യോ അമ്മേ? പിന്നെ കേസ് രജിസ്റ്റർ ചെയ്താലേ ഈ അംബിക വർമ്മയ്ക്ക് പുല്ല. പോകാൻ പറയടാ. അമ്മാവൻ എന്താ വരാത്തെ? അവൻ പതുക്കെ വന്നാ മതി. ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമല്ലേ. നീ കാത്തിരുന്നു. ഇന്നൊരു പക്ഷേ ഒരു മരണവാർത്ത കേൾക്കാം. മരണവാർത്തയോ? യെസ്, ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ആ പത്മാവതി എന്ന പെണ്ണുമ്പിളെ വലിയമാവൻ കൊല്ലോ? അതിനുള്ള സാധ്യതയാ തെളിയുന്നേ. പ്രതാപനെ അവളോടുള്ള ദേഷ്യം 100 ഇരട്ടി കൂടാൻ വേണ്ടിയാ ഞാൻ SP-യോടൊപ്പം സ്റ്റേഷനിലേക്ക് പോന്നത്. അല്ലെങ്കിൽ SP അല്ല IG വന്ന് വിളിച്ചാലും ഞാൻ പോവടാ. അവളെയൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞാ തെറ്റ്. അവളെ വിട്ടുകളഞ്ഞതുകൊണ്ടേ നമുക്കെന്താടാ കുഴപ്പം? അവളെ പ്രതാപം കൊല്ലും. അതോടെ ഒന്നല്ലല്ലോ, 2 എണ്ണത്തിന്റെ ശല്യം തീർന്നില്ലേ? പ്രതാപൻ ജയിലിലേക്ക് പോകില്ലേ? നിക്ക്.